ഇറാൻ വ്യോമാക്രമണത്തിൽ ഇസ്രയേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് എയറോസ്പേസ് സേനാ വിഭാഗം കമാൻഡർ കൊല്ലപ്പെട്ടു. അമീർ അലി ഹജിസാദയാണ് കൊല്ലപ്പെട്ടത്. ടെൽ അവീവിൽ വിവിധ ഇടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ പതിച്ചതായും വിവരമുണ്ട്. ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ഇന്നലെ തന്നെ ഇസ്രയേൽ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ജോർദാൻ താഴ്വരയിൽ സൈനിക വിന്യാസം ഇസ്രയേൽ ആരംഭിച്ചു. ഇസ്രയേൽ സിറിയ ജോർദാൻ അതിർത്തിയിൽ സുരക്ഷ ഒരുക്കുകയാണ് ദൗത്യം. വിവരങ്ങൾ നൽകാനായി ഐസൺ ചേരുന്നുണ്ട്. ഐസൺ, ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ വിരളി പിടിച്ച് സാധാരണക്കാർക്ക് നേരെ അടക്കം ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. വിശദാംശങ്ങൾ. തീർച്ചയായും രാഗി, ശക്തമായ ഒരു ആക്രമണത്തിൻ്റെ ആഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല ഇറാൻ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് വരാൻ സാധിക്കാത്തൊരവസ്ഥയിലാണ് ഇറാൻ ഉള്ളത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ശക്തമായ ഒരു ആക്രമണം നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഒരു പ്രതിരോധത്തിനുള്ള നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ഇറാൻ അത്തരത്തിലുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച മിസൈലുകളെല്ലാം തന്നെ കൃത്യമായി പ്രതിരോധിക്കാൻ ഇസ്രായേൽ പ്രതിരോധ സേനയ്ക്കായി. എങ്കിലും ഇസ്രായേലിലെ പ്രതിരോധ സേനയുടെ നിർദ്ദേശപ്രകാരം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇറാൻ നടത്തുന്ന പശ്ചാത്തലത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നൊരു ആവശ്യം വളരെ കൃത്യമായി തന്നെ ഇസ്രായേൽ പ്രതിരോധ സേന ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിരവധിയായ ഷെൽട്ടറുകൾ അവിടെ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിരവധിയായ മേഖലകളിൽ ഈ സുരക്ഷിത കേന്ദ്രങ്ങൾ, ബങ്കറുകൾ പോലുള്ള സുരക്ഷിത സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 1 ഡസനിലേറെ ഈ ചെറു മിസൈലുകൾ ഇസ്രായേലിനെതിരെ ഇറാൻ തൊടുത്തു എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള സംഭവവികാസങ്ങളും ഇതിനോടൊപ്പം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ വിഷയമെന്ന് എടുത്തു പറയേണ്ടത്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമീർ അലി ഹജ്സാദ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരം തന്നെയാണ്. റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ എയറോസ്പേസ് വിഭാഗം അധികാരി മേധാവിയാണ് കൊല്ലപ്പെട്ടത്. നമുക്കറിയാവുന്നതാണ്, എയറോസ്പേസിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ഡ്രോണുകളും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളെല്ലാം തന്നെ പുറപ്പെടുന്നതും ആക്രമണം നടക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ മേധാവിയെ കൊലപ്പെടുത്താൻ ഇസ്രായേലിനായി എന്നതാണ് ഏറ്റവും പുതിയൊരു വിവരമായി പുറത്തു വരുന്നത്. മാത്രമല്ല, ഇന്നലെ തന്നെ പല ആണവായുധ സംവിധാനങ്ങളുടെ മേധാവി, അതുപോലെ തന്നെ ഇസ്രായേൽ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെ മേധാവി, ഇവരെല്ലാം തന്നെ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. വീണ്ടും ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പദവികളിലുള്ളവരെയൊക്കെ കൊലപ്പെടുത്തുന്ന ഒരു നീക്കം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു ആഘാതമായി തന്നെ ഇത് മാറിയ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ്റെ പ്രത്യാക്രമണം ആരംഭിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 9ഓളം ആറ്റം ബോംബുകൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇറാനെതിരെ സധൈര്യം നേരിടുകയായിരുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനെ പ്രതിരോധത്തിലും അതുപോലെ തന്നെ ആക്രമണത്തിലും ഊന്നിയ സംവിധാനങ്ങൾ ഒരുക്കും, സൈനിക നടപടികൾ ഒരുക്കുമെന്ന് വളരെ കൃത്യമായി തന്നെ ഇന്നലെ സൈനിക മേധാവി അറിയിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ നടപടിയുടെ ഭാഗമായാണ് ഈ നീക്കങ്ങളെല്ലാം പുരോഗമിക്കുകയും ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള ഒരു ആക്രമണം നടന്നതിൻ്റെ ആഘാതത്തിൽ നിന്നും വിട്ടുമാറാനാവാത്ത ഒരവസ്ഥയിലാണ് ഇറാൻ ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ഇറാനിൽ ഇപ്പോൾ നേരത്തെ രാഖി സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യം വയ്ക്കുന്നത് സാധാരണക്കാരെയാണ്. സാധാരണക്കാരെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ വിളിച്ചു വരുത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, UN സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകളെല്ലാം തന്നെ വിഷയത്തിൽ ഇടപെടുകയും എന്നാൽ ഇറാനെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ടതില്ല എന്നൊരു പ്രത്യക്ഷമല്ലെങ്കിലും അത്തരമൊരു തീരുമാനത്തിലെത്തുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇറാനെ പിന്തുണയ്ക്കുന്നതിന് പകരം നയതന്ത്ര തലത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അല്ലെങ്കിൽ ഈ ആക്രമണം നിർത്തിവെക്കേണ്ടത് അനിവാര്യമെന്ന രീതിയിലുള്ള കർശനമായ നിലപാടുകളൊന്നും തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. എല്ലാ രാജ്യങ്ങളും നയതന്ത്ര തലത്തിൽ ഒരു നീക്കം നടത്തണമെന്നൊരാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് മാത്രമാണ് അത് അവരുടെ പത്രക്കുറിപ്പിൽ തന്നെ പറയുന്നത്. UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വശത്ത്. അതുപോലെ തന്നെ ലോകരാഷ്ട്രങ്ങളെല്ലാം തന്നെ ഇതിനെ അപലപിക്കുന്നു, നീക്കങ്ങളെ അപലപിക്കുന്നു. വിഷയങ്ങൾ സങ്കീർണമാകാതിരിക്കണം എന്നാവശ്യപ്പെടുമ്പോഴും ഇറാനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് കൃത്യമായൊരു നിരീക്ഷണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് കാരണവുമുണ്ട്. അതായത് പശ്ചിമേഷ്യയിലെ ആ മേഖലയിലെല്ലാം തന്നെ വലിയ തോതിൽ ആക്രമണം നടത്തുന്ന ഭീകര സംഘടനകളുമായി പ്രോക്സി യുദ്ധത്തിലേർപ്പെടുന്ന, അല്ലെങ്കിൽ നിഴൽ യുദ്ധത്തിലേർപ്പെടുന്ന ഒരു രീതിയാണ് ഇറാൻ പിന്തുടർന്നു വന്നിരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിൻ്റെയും അതുപോലെ തന്നെ ഹമാസ്, ഹിസ്ബുള്ള തുടങ്ങിയ സംവിധാനങ്ങളുടെ എല്ലാം തന്നെ പ്രവർത്തനം. ഏറ്റവും പ്രത്യേകതയോടെ നോക്കിക്കാണേണ്ടത്, വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിനെതിരെ നടത്തിയ ഹിസ്ബുള്ളയെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഇസ്രായേലിന് നേരത്തെ തന്നെ സാധിച്ചിരിക്കുന്നു എന്നതിനൊരു മറുപടി കൂടിയാണ്, അല്ലെങ്കിൽ അതിനൊരു വാലിഡേഷൻ കൂടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. തങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടാനില്ല എന്ന് ഹിസ്ബുള്ള പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഹിസ്ബുള്ള ഔദ്യോഗികമായി അത് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാക്രമണം ഈ ഭീകര സംഘടനകളിൽ നിന്ന്
നിന്നുണ്ടാകുകയാണെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കുക എന്ന ഒരു കൃത്യമായ ഉത്തരവാദിത്വവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് പല രീതിയിലും, അതായത് ഈ ഭീകരാക്രമണ സ്വഭാവം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്രായേലിലെ സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഭീകരരുടെ നീക്കങ്ങൾ, അത് ഹൂതി വിമതരായാലും ഈ ഹിസ്ബുള്ളയായാലും ഒക്കെ തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ നീക്കങ്ങൾ നടത്തുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ കൃത്യമായ പ്രതിരോധമൊരുക്കുന്നതിനും അതുപോലെ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ തീർത്തും ഇല്ലാതാക്കുന്നതിൻ്റെ അന്തിമ അവസ്ഥയിലേക്ക് എത്താനും ഇസ്രായേലിന് സാധിച്ചു എന്നതുകൂടിയാണ് ഹിസ്ബുള്ളയുടെ ഈ മറുപടിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യാക്രമണത്തിനോ അല്ലെങ്കിൽ ഇറാനെ പിന്തുണച്ച് ആക്രമണം നടത്താനോ തങ്ങളില്ല എന്ന് ഹിസ്ബുള്ള പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ഇനി ഹമാസും അതുപോലെ തന്നെ ഹൂതി ഭീകരരുമെല്ലാം തന്നെ ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുക എന്നതുകൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ ശക്തമാകുന്നത് എന്ന് കൃത്യമായൊരു നിരീക്ഷണം നമുക്ക് നടത്താനും സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ ഈ ഗോലാൻ കുന്നുകളിലും അതുപോലെ തന്നെ ജോർദാൻ അതിർത്തിയിലുമെല്ലാം തന്നെ കൃത്യമായ ജോർദാൻ സിറിയ അതിർത്തിയിലെല്ലാം തന്നെ കൃത്യമായ സൈനിക നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സൈനിക നീക്കങ്ങളിലൂടെ കൃത്യമായ സൈനിക നീക്കങ്ങൾ നടത്തി പ്രതിരോധം ഉറപ്പാക്കുന്നതിനുള്ള നടപടികളും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. ഇസ്രായേൽ തങ്ങളുടെ രാജ്യത്തെ പൂർണ്ണമായും സംരക്ഷിക്കുക എന്ന ഉറച്ച നിലപാടിൽ നിൽക്കുകയും അതിനെതിരായി വരുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. അതുതന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനും സാധിക്കുന്നത്. രാഖി, ഐസൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാൻ ജനവാസ മേഖലയിലാണ് ആക്രമണം അഴിച്ചുവിടുന്നത്. സാധാരണക്കാരായ നിരവധി പേർക്ക് ഇസ്രയേലിൽ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും ഇസ്രായേൽ ഇതിന് തീർച്ചയായും ഒരു തിരിച്ചടി നൽകും. കാരണം നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഞങ്ങൾ നടത്തുന്നത് എന്നാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം തന്നെ ഉറക്കെ പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ, അല്ലേ? കാര്യങ്ങൾ സങ്കീർണമാകുന്നു, അല്ലെങ്കിൽ ഇറാൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ 5 തവണ ചർച്ചകൾ നടത്തിയിരുന്നു അമേരിക്ക ഇറാനുമായി. അത് ഈ ആണവായുധങ്ങളെ നിരായുധീകരിക്കുക, ആണവായുധങ്ങൾ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യത്തിൽ തന്നെയായിരുന്നു. അതായത് എടുത്തിരുന്ന നടപടി, ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരുന്ന നടപടി യുറേനിയം സമ്പുഷ്ടീകരണമാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ ലക്ഷ്യം തന്നെ അതൊരു ആണവോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ വൈദ്യുതി ഉൽപ്പാദന രംഗത്തോ അത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കോ ഇത് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് തങ്ങൾക്കുള്ളത് എന്ന് പുറത്തു പറയുമ്പോഴും അതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് കൃത്യമായും അതിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യം ശ്രദ്ധിച്ചവരെല്ലാം തന്നെ മറുപടിയായി നൽകുന്നത് അതൊരു ആറ്റം ബോംബായി കൺവെർട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നത്. സ്വാഭാവികമായും അത്തരത്തിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ പ്രയോജനം നടത്തി കഴിഞ്ഞാൽ അത് ആറ്റം ബോംബായി കൺവെർട്ട് ചെയ്യാവുന്ന മറ്റൊരു സംവിധാനമായി മാറുന്ന രീതി തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങൾ നടത്തി വളരെ കൃത്യമായി ഒരു ആണവായുധ സജ്ജീകരണം ഒരുക്കാനുള്ളൊരു നീക്കമാണ്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ഈ പ്രശ്നം ഇങ്ങനെ തുടർച്ചയായി ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നൊരു പശ്ചാത്തലത്തിലാണ് ആണവ കേന്ദ്രങ്ങളെ കൃത്യമായി ലക്ഷ്യം വയ്ക്കുകയും പ്രധാനമായും 2 സുപ്രധാന ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അത്തരത്തിൽ 2 സുപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾ നിശ്ചലമാക്കാൻ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു യുദ്ധ നേട്ടമായി, അല്ലെങ്കിൽ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന, പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന ഒരു നേട്ടമായി കണക്കാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു ആണവായുധ ഭീഷണി നിലവിൽ ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യത തന്നെ ഇല്ലാതാക്കുക എന്നതാണ് ആ നീക്കം. അതിൻ്റെ ഭാഗമായി ആണവായുധങ്ങൾ ശേഖരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു. നേരത്തെ നമുക്കറിയാവുന്നതാണ് 5 തവണ സ്റ്റീവ് വിറ്റ്കോഫ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ജിയുമായി ചർച്ചകൾ നടത്തുകയും കൂടിക്കാഴ്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇതിലൊന്നും തന്നെ ഒരു അന്തിമ തീരുമാനത്തിലെത്താനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. മാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ കൃത്യമായി ഇത് നിരീക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ അന്താരാഷ്ട്ര സംവിധാനങ്ങൾക്ക് നിരീക്ഷണം സാധ്യമാകുന്നതിനുള്ളൊരു സംവിധാനം ഒരുക്കണമെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ഒരു ആവശ്യമെങ്കിലും അതിന് ഇറാൻ തയ്യാറല്ലാതിരുന്നു എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ആണവായുധ ശേഖരം കൂടുതൽ സജ്ജമാക്കുന്നതിനും അത് കുറേ കൂടി സമ്പന്നമാക്കുന്നതിനുമുള്ള നീക്കങ്ങൾ ഇറാൻ്റെ ഭാഗത്തു നിന്ന് തുടരുകയായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആക്രമണം നടന്നത്. 6ാം തവണ നടക്കാനിരുന്ന ചർച്ചയിൽ നിന്ന് ഇറാൻ ഇപ്പോൾ പിന്മാറിയിട്ട് കൂടിയുണ്ട് എന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ഇറാൻ ചെയ്തു കൂട്ടിയ ആണവ ആയുധ സജ്ജീകരണങ്ങളുടെ ഭാഗമായി അവർ എത്ര കണ്ട് അന്താരാഷ്ട്ര സമൂഹത്തെ കൃത്യതയില്ലാതെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടപടികൾ സ്വീകരിച്ചു എന്നതിന് തെളിവ്. തീർച്ചയായും വലിയൊരു സങ്കീർണാവസ്ഥയിലേക്ക്, ഒരു ആണവ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പോയേക്കാവുന്ന സാഹചര്യത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിച്ചു എന്ന് തന്നെയാണ് ലോകത്തിന് ഏറ്റവും വലിയ നേട്ടമായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇസ്രായേലിനെതിരെ നടക്കുന്ന കടുത്ത ആക്രമണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാനും സാധിച്ചു എന്നത് തീർച്ചയായും ഒരു രാഷ്ട്രമെന്ന നിലയിൽ ഒരു വലിയ നേട്ടമായി തന്നെ ഇസ്രായേലിന് പറയാനും സാധിക്കും. എങ്കിലും ഇതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ഈ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നത് വാണിജ്യ വ്യവസായ രംഗങ്ങളെയും അതുപോലെ വിവിധ രംഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അത്തരം നടപടികളിലേക്ക് പോകാതെ കാര്യങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ളൊരു നീക്കമാണ് നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
രാഖി. ഇസ്രയേലിന്റെ സർജിക്കൽ സ്ട്രൈക്കിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്കടക്കം നേരെയാണിപ്പോൾ ഇറാൻ ആക്രമണം അഴിച്ചുവിടുന്നത്. ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇസ്രയേൽ. ഇറാന്റെ 4 മുതിർന്ന സൈനിക മേധാവിമാരെ അടക്കം ഇസ്രയേൽ വധിക്കുകയും ചെയ്തു. വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജോസാണ്.